ബീഹാറിൽ നാളെ ഇലക്ഷൻ നടക്കുകയാണ്. എന്താണ് ബീഹാറിൽ നാളെ സംഭവിക്കുക? ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഷിബിലി 121 മണ്ഡലങ്ങളിലേക്കാണ്. ബാക്കിയുള്ള മറ്റ് 243 മണ്ഡലങ്ങളാണ്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്ക് 11-ാം തീയതിയാണ് നടക്കുക. ഈ 121 മണ്ഡലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മഹാഗഡ്ബന്ധനെ സംബന്ധിച്ചോളം. കാരണം ഈ 121 മണ്ഡലങ്ങളിൽ 61 സീറ്റുകളും കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധൻ നേടിയാണ്. അതിൽ മജോറിറ്റി RJD നേടിയതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ നേട്ടം RJDക്കും മഹാഗഡ്ബന്ധനും ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടാതെ തേജസ്വി യാദവിൻ്റെ രാഘ്പൂർ മണ്ഡലം അടക്കം നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒന്നാം ഘട്ടം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ തലേദിവസമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. അതുകൂടി അവിടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കും. പക്ഷേ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 14-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. എന്താണെങ്കിലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ നിർണായകമാണ്. നമുക്കറിയാം ബീഹാറിൽ നിതീഷ് കുമാറിന് ഭരണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിതീഷ് കുമാറിനൊരു ഒരു ചേഞ്ച് ഉണ്ടാകാൻ, അദ്ദേഹം 9 തവണ കഴിഞ്ഞോടെ മാറിയതാണ് 20 കൊല്ലത്തിനിടക്ക്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം എങ്ങോട്ട് വേണമെങ്കിലും മാറും. അങ്ങനെ മാറേണ്ട ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും 12 MP-മാരുടെ പിന്തുണ എവിടെ നഷ്ടപ്പെടും? NDAക്ക് നഷ്ടപ്പെടും. പക്ഷേ അതൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കും. അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നമാണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ബീഹാറിൽ പക്ഷേ ഇപ്പോൾ ഒരു സാധ്യതകൾ യഥാർത്ഥത്തിൽ NDAക്ക് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ബീഹാറിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അടുത്ത് നടന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് NDAക്ക് ഇപ്പോഴും സാധ്യത ഉള്ളത്? അല്ല ശിവലി, ഒരു 2 മാസം മുമ്പ് വരെ അവിടെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന തേജസ്വി യാദവിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. തേജസ്വി യാദവിനാണ് ഇപ്പോഴും ഒരു സി വോട്ടറിൻ്റെയും അതുപോലെ മറ്റ് ചില ദൈനിക് ഭാസ്കറിൻ്റെയും ഒക്കെ സർവേകളിൽ പോലും പലപ്പോഴും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നത് തേജസ്വി യാദവിനെയാണ്. അത് കഴിഞ്ഞിട്ട് നിതീഷ് കുമാറുള്ളൂ. അത് കഴിഞ്ഞാൽ മൂന്നാമത് വരുന്നത് യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോറാണ്. പക്ഷേ നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞതാണ്, 1,21,00,000 വരുന്ന വനിതകൾക്ക്, അതായത് 6-ൽ ഒരാൾക്ക് വീതം 10,000 രൂപ വീതം ഒരു ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെ കുറിച്ചോ ആലോചിക്കാൻ വേണ്ടി മാത്രം ഒരു 10,000 രൂപ കൊടുക്കുകയാണ്. ഈ 10,000 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ 6,000 രൂപ കിട്ടുന്ന ഫാമിലികളാണ് അവിടെ ഉള്ളത്. അത് തന്നെ സ്ത്രീകൾക്ക് 100 രൂപ പോലും കിട്ടാത്ത സ്ത്രീകളാണ്. അവരുടെ കയ്യിലുകളിലേക്കാണ് ഇത് എത്തുന്നത്. അവിടെ ഒരു 34%, 35% അത്തരത്തിലുള്ള സ്ത്രീകളാണ്. ഈ 65% പേർക്ക് മാസം 10,000 രൂപയാണ് ഒരു കുടുംബത്തിൽ വരുമാനമുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് പണം എത്തുന്നു എന്ന് പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് ആർക്ക് വോട്ട് ചെയ്യും? ഇലക്ഷൻ തൊട്ട് മുമ്പ് ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ് വോട്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തത്, ഈ നിതീഷ് കുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹം പണ്ട് സൈക്കിൾ കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള 20 കൊല്ലം പല സൈക്കിൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ള അവളൊക്കെ യുവതികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിൽ നിതീഷ് കുമാറിനോടൊരു താല്പര്യം അവർക്ക് അല്ലെങ്കിൽ തന്നെ ഉണ്ട്. പിന്നെ 200-250 യൂണിറ്റിലധികം വരുന്ന വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് സൗജന്യമാക്കി കൊടുക്കുന്നുണ്ട്. മറ്റു പല സ്കീമുകളിലൂടെയും വാരിക്കോരി പണം കൊടുക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി മഹാഗഡ്ബന്ധൻ ചെയ്തേക്കുന്നത് ഒരു വീട്ടിലൊരാൾക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞേക്കണേ. ഒരു വീട്ടിലൊരാൾക്ക് തൊഴിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യമില്ല, സാധിക്കുന്ന കാര്യം അല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ഉടനെ നിങ്ങളോട് പറയുന്നു, 58,000-53,000 കോടിയാണ് ആകെയുള്ള ഈ ടാക്സ് വരുമാനം ബീഹാർ വളരെ ദരിദ്രമായിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് പണം കൊടുത്താൽ അവർ ഉറപ്പായിട്ടും വീഴും. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ വോട്ട് ഭിന്നിക്കാനുള്ള പല സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അതെന്താണ് അവിടെ വോട്ട് ഭിന്നിക്കാനുള്ള സാധ്യതകൾ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തേജസ്വി യാദവിന് ഇത്തരത്തിലുള്ള വലിയ ഒരു അപ്പീൽ അല്ലെങ്കിൽ വലിയൊരു താല്പര്യം വന്നേക്കുന്നത് പുതുതായി വോട്ട് ചെയ്യുന്ന 14 ലക്ഷത്തോളം ആളുകൾ, അതുപോലെ യുവജനങ്ങൾ, അവരിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഈ വോട്ടുകളിൽ വലിയ തോതിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാനായിട്ട് പ്രശാന്ത് കിഷോറിന് സാധിക്കും. പ്രശാന്ത് കിഷോർ തീർച്ചയായിട്ടും NDAയുടെ വോട്ടുകൾ കൂടി പിടിക്കും. ഇപ്പോൾ ഭൂമിഹാറുകൾ പോലെയുള്ള ഉയർന്ന, അതായത് വരേണ്യ വർഗമെന്ന്, വരേണ്യ ജാതിക്കാർ എന്ന് വിളിക്കുന്ന ആളുകളുടെ വോട്ടുകൾ കുറച്ച് പിടിക്കും. പക്ഷെ അങ്ങനെ കുറച്ച് പിടിച്ചാൽ പോലും മറ്റത് കുറച്ചുകൂടി ഒരു ഐഡിയോളജിക്കൽ ബേസുള്ള വോട്ടുകളാണ് BJPയുടെ. അപ്പോൾ ആ വോട്ടുകളിൽ നിന്ന് അധികം നഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഈ പറയുന്ന യുവജനങ്ങളുടെയൊക്കെ വോട്ടുകൾ, അതായത് വലിയ ആസ്പയറിംഗ് ആയിട്ടുള്ള സ്വപ്നങ്ങളുള്ള ആളുകളുടെ വോട്ടുകൾ തീർച്ചയായിട്ടും പിടിക്കും. ഒന്ന്. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ തേജസ്വിക്ക് മഹാഗഡ്ബന്ധന് കിട്ടുന്ന വോട്ടുകൾ ആര് പിടിക്കും? ഈ കുറച്ച് പ്രശാന്ത് കിഷോർ പിടിക്കും. അത് കുറച്ച് കൂടുതലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തേത്, അവിടെ ഒരു 30-ലധികം വരുന്ന മണ്ഡലങ്ങളിൽ 20%-ലധികം മുസ്ലിം വോട്ടുള്ള 35-ഓളം വരുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ ഇയാൾ മത്സരിക്കുന്നുണ്ട്, അസദുദ്ദീൻ ഒവൈസി.
അത് BJP സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാ സ്ഥലത്തും ചെന്ന് മത്സരിക്കുന്നത്. ഡൽഹിയിലൊക്കെ മത്സരിച്ച് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് മത്സരിക്കുന്നുണ്ട്. അതും ഈ പറയുന്ന ഒരുപക്ഷെ മുസ്ലിം യാദവ് വോട്ടുകൾ പരിപൂർണമായും മഹാഗഡ്ബന്ധന് കിട്ടുന്നതാണ്, തേജസ്വി യാദവിനും കോൺഗ്രസിനും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ആ വോട്ടുകളെയും എന്ത് ചെയ്യും? ഭിന്നിപ്പിക്കും. പിന്നെ ശിവലിക്കൊക്കെ അറിയാവുന്നതുപോലെ LJP എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട്, ചിരാഗ് പസ്വാന്റെ. കഴിഞ്ഞ തവണ അവർ 130 135 സീറ്റിലായിട്ടാണ് മത്സരിച്ചിട്ട് അവർ 23-27 ലക്ഷം വോട്ടായിട്ട് പിടിച്ചിരുന്നു. ഓർക്കണ്ട, ഈ 23 ലക്ഷം വോട്ട് പിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ഈ മഹാഗഡ്ബന്ധനും NDA തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നറിയോ? 11,500 വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടുകളിലൊപ്പം ഇവരുടെ വോട്ടുകൾ കൂടി ഇതിനൊപ്പം കൂടും, NDAയുടെ ഒപ്പം കൂടും. അതുകൂടാതെ ഈ കഴിഞ്ഞ തവണ ഒരു 10-30 സീറ്റുകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ നമ്മുടെ JDU തോറ്റത്, അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടി തോറ്റത് ഒറ്റ കാര്യം കൊണ്ടാണ്, ഇവരുടെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് ഗുണം ചെയ്യും. പ്ലസ് മഹാഗഡ്ബന്ധൻ്റെ ഇടക്ക് ഇപ്പോഴും 4-5 സീറ്റുകളിലെങ്കിലും ഒരു സൗഹൃദ മത്സരം എന്നൊക്കെ പറയാവുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുമാരും തമ്മിൽ, ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെയൊക്കെ പാർട്ടിയും തമ്മിൽ, RJD തമ്മിൽ. അപ്പോൾ അത്തരത്തിൽ മത്സരം നടക്കുന്നുണ്ട്, പല പ്രശ്നങ്ങളും അവരുടെ ഇടക്കുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ വലിയ തോതിൽ BJPയെ ഗുണകരമായി ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും NDAക്ക് ഒരു എഡ്ജുണ്ട് എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, കുറച്ചുകൂടി ഒരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടായാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടി പറയാം. ഇപ്പം ചില പ്രവചനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ് അത്തരത്തിലുള്ളൊരു വിക്ടറി ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പം അതിനനുസരിച്ചുള്ള പ്രവചനങ്ങൾ തന്നെയാണ് ദൈനിക് ഭാസ്കറിൻ്റെയും അതുപോലെ തന്നെ സട്ടാ ബസാറിൻ്റെയും ഒക്കെ വന്നേക്കുന്നത്. സാറ് പറഞ്ഞല്ലോ ഈ എക്സിറ്റ് പോളുകൾ, പ്രീ പോൾ സർവേകളൊക്കെ ഇപ്പം NDAക്ക് അനുകൂലമാണെന്നുള്ളത്, അതെന്താണ്? പ്രീപോൾ സർവേകളിൽ ഇപ്പോൾ ദൈനിക് ഭാസ്കറിന്റെ സർവേകൾ പറയുന്നത് ഷിബിലി 143 സീറ്റുകൾ വരെ ആർക്ക് കിട്ടും? NDAക്ക് 143-നടക്ക് 150-നടുത്തുള്ള സീറ്റുകൾ NDAക്ക് കിട്ടും എന്നാണ്. ഒറ്റകക്ഷിയായി BJP മാറും എന്നുള്ളതാണ്. അതുപോലെ സട്ടാ ബസാർ എന്ന് പറയുന്നൊരു ബസാറുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വാതുവെപ്പിനൊക്കെ വളരെ പ്രശസ്തമായ, ഏത് കാര്യത്തിനും വാതുവെക്കുന്ന, വളരെ കൃത്യമായി വാതുവെപ്പുകളിലൂടെ ഇലക്ഷൻ ഫലത്തിലൊക്കെ പ്രവചിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെയും അവർ പറയുന്നത് 140-ലധികം വരുന്ന സീറ്റുകളാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ 100-150 സീറ്റുകൾക്ക് മുകളിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഒരു സ്വീപ്പിംഗ് വിക്ടറി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട്. കാരണം അതിനുള്ള എല്ലാ പണികളും എടുത്തിട്ടുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള 37 ലക്ഷത്തോളം, ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ അവിടെ നിന്നുള്ള ചില ആളുകൾ വന്ന് ഞങ്ങളുടെ വോട്ട് ഇല്ലാതായി പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ പ്രശസ്തയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് എഴുതിയിട്ടുള്ള, രോഹിത് തിവാരി എഴുതിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നത് വുമൺ വോട്ടേഴ്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ കഴിയുക, അത്തരത്തിൽ വുമൺ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. കൂടാതെ അവർക്കെതിരായി വരുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഒരു വലിയ മേജർ വിക്ടറി തന്നെ അവിടെ ഉണ്ടാകാനും മതി. എന്ന് പറഞ്ഞാൽ ഒരു 150-നപ്പുറത്തോ 170 ഒക്കെ വരെയുള്ള സീറ്റുകൾ വരെ കിട്ടിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.